നാം ഓരോരുത്തരും കൃത്യമായി വിഷയങ്ങളെ മനസ്സിലാക്കുക. ഫലസ്തീൻ അത് അറബികളുടേതാണ്. അതൊരു സയനിസ്റ്റിന്റെതും അല്ല, ഒരു ഇസ്രയേലിയുടേതുമല്ല. ആരാണ് ഇസ്രയേലി? 1948 മെയ് 14 വരെ ഇസ്രയേൽ എന്ന ഒരു രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ ഇല്ല. ലോക മാപ്പുകൾ നിങ്ങൾ തുറന്നു നോക്കൂ. 948 വരെ ഫലസ്തീനുണ്ട്. 1948 മെയ് 14 ഫലസ്തീനിയുടെ നെഞ്ചത്ത് ലോകമാസകലമുള്ള ജൂതന്മാരെ മുഴുവനും കുടിയിരുത്തിയിട്ട് ബ്രിട്ടന്റെയും അതുപോലെ അന്ന് കൈകാര്യകർത്താക്കളായ ചില ആളുകളുടെയും കുബുദ്ധി കാരണം അവിടെ ഇസ്രയേൽ എന്നൊരു രാജ്യമുണ്ടാകുന്നത്. ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന്റെ ചരിത്രത്തെ നമ്മുടെ ചെറുപ്പക്കാർ കൃത്യമായി മനസ്സിലാക്കുക. ഫലസ്തീനിലേക്ക് ജൂതന്മാരായി കടന്നു വന്ന, ഇന്ന് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്നയാൾ ഉൾപ്പെടെയുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ്. അവരാരും ഫലസ്തീനിൽ ജനിച്ചതല്ല. ബെഞ്ചമിൻ നെതന്യാഹു ഫലസ്തീനിൽ ജനിച്ചതല്ല. ഏരിയൽ ഷാരോൺ ഫലസ്തീനിൽ ജനിച്ചതല്ല. അവരെ അവിടേക്ക് കൊണ്ടുവന്നതാണ്. 10 ലക്ഷത്തോളം അറബികൾ താമസിച്ചുകൊണ്ടിരുന്ന ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ നടുത്തളത്തിലേക്ക് ലോകമാസകലം ചിതറിക്കിടന്ന ജൂതന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമെന്ന വണ്ണം അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്നുവരെ ലോകത്ത് തീർന്നിട്ടില്ലാത്ത നിലവിളികളുടെ, പ്രയാസങ്ങളുടെ, വിഷമങ്ങളുടെ, കുരുന്നുമക്കളുടെ കരച്ചിലടങ്ങാത്ത, വിഷപ്പടങ്ങാത്ത, അവരുടെ ശരീരങ്ങൾ മയ്യത്തായി ചിന്നിച്ചിതറിത്തെറിക്കുന്ന കാഴ്ചകളുടെ എല്ലാം ആരംഭമുണ്ടാകുന്നത് 948 മെയ് 14 മുതലാണ്. അവിടെ മുതലാണ് ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത്. ഇസ്രയേൽ എന്ന രാജ്യത്തിന് രൂപവൽക്കരണം നടത്തുന്നത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള അക്കാലത്തെ കുബുദ്ധികളുടെ മനസ്സിലുദിച്ച ആശയമാണ്. അതിന്റെ പിന്നിൽ വിശാലമായ ഒരു ചരിത്രമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ വലിയ ഗുണ്ടയായ ഒരാളെ കൈപിടിച്ചുകൊണ്ട് വരികയാണ്. ഇയാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല. ഇയാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന അയാളെ താമസിപ്പിക്കുന്നു. എന്നിട്ട് അയാൾക്ക് കുറച്ച് ആയുധങ്ങൾ കൊടുക്കുന്നു. അഥവാ ഈ വീട്ടുകാരനെങ്ങാനും നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നീ ആയുധങ്ങൾ ഉപയോഗിക്കുക. ആ ആയുധങ്ങളുടെ ബലത്തിൽ പിറ്റേന്ന് അയാൾ ആ വീടിന്റെ അടുക്കള പിടിച്ചെടുത്തു. അതിന്റെ പിറ്റേ ദിവസം അയാൾ വാഷ്റൂം പിടിച്ചെടുത്തു. അതിന്റെ തൊട്ടടുത്ത ദിവസം അയാൾ ഹാള് പിടിച്ചെടുത്തു. അതിന്റെ തൊട്ടടുത്ത ദിവസം അയാൾ വീടിന്റെ മറ്റുള്ള റൂമുകളൊക്കെയും പിടിച്ചെടുത്തു. എന്നിട്ട് പറയാണ് വീട്ടുകാരനോട്, നിനക്കിവിടെ ഒരു അവകാശവുമില്ല, നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. പ്രധാനപ്പെട്ട ചട്ടമ്പിയായിരുന്നയാൾ നൽകിയ ആയുധത്തിന്റെ ബലത്തിൽ വീട്ടിലേക്ക് കുടികിടപ്പുകാരനായി കയറി വന്ന് ആ വീടിന്റെ ഓരോ മൂലയും പിടിച്ചെടുത്തെടുത്ത് അവസാനം